IAS സ്ഥലം മാറ്റത്തിന് സിവിൽ സർവീസ് ബോർഡിന്റെ അനുമതി വേണമെന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. കേഡർ തസ്തികയിൽ IASകാരെ മാത്രമേ നിയമിക്കാവൂ. മറ്റുള്ളവരെ കേഡർ തസ്തികകളിൽ നിന്ന് ഒഴിവാക്കും. ബിന്നിൽ ചേരുന്ന വിവരങ്ങളുമായി. ബിന്നിൽ, എന്താണ് ഈ വാർത്തയുടെ വിശദവിവരങ്ങൾ? മോദി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ IAS അസോസിയേഷനും അടക്കം നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരെ സർക്കാരിന് ഇഷ്ടം പോലെ ഇനി സ്ഥലം മാറ്റാൻ കഴിയില്ല. അവർക്ക് ഒരു നിശ്ചിത കാലയളവ് ഓരോ പോസ്റ്റിലും അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സ്ഥലം മാറ്റങ്ങൾക്കെല്ലാം സിവിൽ സർവീസ് ബോർഡിന്റെ അനുമതി നിർബന്ധമാണ്. അതായത് സിവിൽ സർവീസ് ബോർഡിന്റെ ചട്ടത്തിൽ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരം മാത്രം ഒരു കൃത്യമായൊരു ടെന്യൂർ ഉണ്ട്. ആ ടെന്യൂർ പൂർത്തീകരിച്ചാൽ മാത്രമേ, ഒരു കാലാവധി പൂർത്തീകരിച്ചാൽ മാത്രമേ അവരെ സ്ഥലം മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ സംസ്ഥാന സർക്കാരിന് ഇഷ്ടം പോലെ IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം ഇനി നടപ്പാക്കാൻ കഴിയില്ല. അതാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നത് കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്തിട്ടുള്ള IAS കേഡർ പോസ്റ്റുകളുണ്ട്. അത്തരത്തിൽ കേഡർ തസ്തികകളിൽ ഇപ്പോൾ നോൺ IASകാരല്ലാത്തവരും IASൽ നിന്ന് റിട്ടയർ ചെയ്തവരും സർവീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് തുടരാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് എക്സൈസ് കമ്മീഷണറുടെ നിയമനമാണ്. എക്സൈസ് കമ്മീഷണറുടെ പദവി എന്ന് പറയുന്നത് IAS കേഡർ തസ്തികയാണ്. അത് കേന്ദ്ര സർക്കാർ അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റിൽ ഇപ്പോൾ ഉള്ളത് ADGP MR അജിത് കുമാറാണ്. അദ്ദേഹം IAS ഉദ്യോഗസ്ഥനല്ല, അദ്ദേഹം IPS ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വരും. അടിയന്തരമായി ഇവരെ ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കില IMG യുടെയും തലപ്പത്തുള്ള IASകാരല്ലാത്തവർക്ക് മാറേണ്ടി വരും. അതോടൊപ്പം തന്നെ IAS റിട്ടയർ ആയിട്ടുള്ള ആളുകളെയും ആ പോസ്റ്റുകളിൽ നിലനിർത്താൻ കഴിയില്ല. ഇപ്പോൾ IMGയുടെ തലപ്പത്തുള്ളത് K ജയകുമാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് അടക്കമുള്ളവരെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കേണ്ടി വരും എന്നതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ അസോസിയേഷനും B അശോക് അടക്കമുള്ള ചില IAS ഉദ്യോഗസ്ഥരും നൽകിയ ഹർജികളിലാണ് ഇപ്പോൾ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം